ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും പുതിയ ആംബുലൻസിൻ്റെ സമർപ്പണവും കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആംബുലൻസ് നാടിന് സമർപ്പിക്കുകയും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. റിലീഫ് കമ്മിറ്റി ചെയർമാൻ പി ഇമ്പിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഷാജഹാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉസ്മാൻ താമരത്ത് ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആംബുലൻസ് പരിപാലന ഫണ്ടിലേക്ക് വിവിധ ആളുകൾ വേദിയിൽ വെച്ച് സംഭാവനകൾ തങ്ങൾക്ക് കൈമാറി. കുഞ്ഞാപ്പു ഹാജി, പി ഖാലിദ് മാസ്റ്റർ, പി എ മജീദ്, എൻ ഉണ്ണീൻകുട്ടി, വി പി ജസീറ, കെ മുഹമ്മദ് മാസ്റ്റർ, വി ഷബീർ അലി, എ പ്രഭാകരൻ മാസ്റ്റർ, വയലിൽ ജോയ്, ടി ഡി ജോയ്, ഒ എം കരുവാരകുണ്ട്, സിറാജ് മുസ്ലിയാരകത്ത്, എം കെ മുഹമ്മദ് അലി, അയൂബ് മേലടത്ത്, എ ടി ഷൗക്കത്ത് അലി, ടി കെ ഷൗക്കത്ത് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രോഗദുരിതങ്ങളിൽ വലയുന്നവർക്ക് ആശ്വാസമേകാനും അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ്റെ തുടിപ്പ് നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് റിലീഫ് കമ്മിറ്റിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ ആംബുലൻസ് നിരത്തിലിറക്കിയത്. കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകർന്ന ഒരു പ്രസ്ഥാനമാണ് ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി. നിരവധി പാവപ്പെട്ട രോഗികൾക്ക് അത്താണിയായിക്കൊണ്ട് നാം ഇവിടെ പ്രവർത്തിച്ചു വന്ന നമ്മുടെ ആംബുലൻസിൻ്റെ ഒരു പുതിയ വാഹനം ഇന്ന് ഇവിടെ കൈമാറപ്പെടുന്ന ഈ ഒരു പുണ്യം നിറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞ ഒന്നാണ്. ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ട ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ ഓരോ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റിലീഫ്സിൻ്റെ കീഴിൽ ഒരു ആംബുലൻസ്, ഒരു പുതിയ വാഹനം വാങ്ങി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, കരുവാരകുണ്ട് എന്ന് പറയുന്നൊരു മലയോര മേഖലയാണ്. ഇവിടെ നിന്നും ആളുകളെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 12-13 വർഷമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹന സൗകര്യം നമുക്കൊക്കെ ഏറെ സാന്ത്വനം നൽകിയിട്ട് വന്നു. നമ്മൾ പറയാറുണ്ട്, ഭാരതം എന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനം കൊണ്ട് നിറയണം. കേരളം എന്ന് കേൾക്കുമ്പോൾ ഞരമ്പുകളിൽ ചോര തിളക്കണം. അതിൻ്റെ അടുത്ത വഴിയായി പറയുകയാണ്, കരുവാരക്കുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇത് രണ്ടും വേണം. സാധാരണ നമ്മൾ പറയാറുണ്ട് കേരളം ദൈവത്തിൻ്റെ നാടാണ്. പക്ഷെ ഞാൻ ആ വിശേഷണം നമ്മുടെ കരുവാരകുണ്ടിനും നൽകുകയാണ്. കരുവാരകുണ്ടും ദൈവത്തിൻ്റെ നാടാണ്, സുമനസ്സുകളുടെ നാടാണ്. സുമനസ്സുകൾ ഒട്ടേറെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ ഫലപ്രാപ്തിയിലെത്തുന്നത്. ശിഹാബ് തങ്ങളെ നമ്മുടെ മനസ്സിലുണ്ട്. മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഫോട്ടോ, അത് ഒരിക്കലും മായാത്ത സാന്ത്വനത്തിൻ്റെ ഒരാൾ രൂപം. എവിടെ നിന്ന് കാണുമ്പോഴും ദൂരെ ഇപ്പം ഞാൻ ഓർക്കുകയാണ്, പിന്നെ വിളിച്ചു വരുത്തിയ പോലെ അവിടെ ഇരിക്കുകയാണ്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒളിപ്പിക്കുമായിരുന്നു. അതുപോലെ ആ ഓർമ്മ മനസ്സിൽ തിരിഞ്ഞു വരികയാണ്. അപ്പോൾ റിലീഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു പര്യായമാണ്. ഇത് ജീവിതത്തിലെ വലിയൊരു നല്ലൊരു മുഹൂർത്തമായിട്ട് ഞാൻ കാണും. പ്രത്യേകിച്ച് കരുവാരകുണ്ട് ജനതയ്ക്ക് വേണ്ടി ഒരു ആംബുലൻസ്, അതും നമ്മളൊക്കെ ജാതിഭേദമന്യേ മുഴുവൻ ആളുകളും സ്നേഹിച്ചിരുന്ന ഒരു മഹാന്റെ പേരിൽ നടത്തുമ്പോൾ അതൊരു പങ്കാളിത്തം നേടുക എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തും. പക്ഷെ തങ്ങളുടെ പേരിൽ മുസ്ലിം എന്ന പ്രസ്ഥാനം ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ
ആംബുലൻസ് എത്ര വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ സംഭാവന തരുവാൻ എല്ലാ പാർട്ടിക്കാരും എല്ലാ ജനങ്ങളും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മുസ്ലിം ലീഗ് ഒരു ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് അനുസ്മരണത്തിനായിട്ട് ഒരു വാഹനം ഇറക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഈ നാട്ടുകാർ കാണിച്ച ആ സഹകരണം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ശിഹാബ് തങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്നും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഭവം, അയോധ്യയിൽ പള്ളി പൊളിച്ച സമയത്ത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റ് യാതൊരു കലാപങ്ങളും ഉണ്ടാകാതെ വളരെ ശാന്തമായിട്ട് എല്ലാ സമുദായ അംഗങ്ങളും ഐക്യമത്യത്തോടു കൂടിയിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനും തരണം ചെയ്യുവാനുമായിട്ട് ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്തൊരു സംഭവമാണ്. ആ ഒരൊറ്റ കാര്യം മതി ശിഹാബ് തങ്ങളുടെ മഹത്വം എത്രയാണെന്ന് അറിയാൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അറിയാതെ അറിയാൻ, ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്ദ ബിരുദം എല്ലാ ഭാഷയിലും അദ്ദേഹം നേടിയ അത്യത്ഭുതമായ നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപാഠിയാണെങ്കിൽ തന്നെയാണെങ്കിലും ഈജിപ്തിന്റെ അതിശേഷം വന്ന ഒരു പ്രസിഡന്റാണ് ആയിരുന്നു എന്നെനിക്കറിയാം. പക്ഷെ പേര് ഞാൻ മറന്നുപോയി. ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകരിൽ നിന്നുണ്ടായ, അവരുടെ നല്ല ചിന്തയിൽ നിന്നുണ്ടായ ഒരു നല്ല പ്രവർത്തനത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്. ഏതെങ്കിലും ആംബുലൻസ് ആണല്ലോ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രധാന സംഗതി. അതൊരു വാഹനം എന്നതിനപ്പുറം അതൊരു സേവനമാണ്. ആംബുലൻസിന്റെ താക്കോൽദാനമാണ് ബഹുമാനനായ തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി കരുവാരക്കുണ്ടിലെ ജീവകാരുണ്യ ആശ്വാസ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി. 17 വർഷമായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട്. തങ്ങളെ ഓർമ്മിക്കാൻ നമുക്കൊരു പ്രത്യേക സമയമോ ചടങ്ങോ ഇല്ല. ഓർമ്മകളുടെ അണമുറിയാത്ത നൈരന്തര്യമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ നാടിന്റെ അഷ്ടദിക്കുകളിലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സ്മരിക്കാതെ കടന്നു പോകുന്നില്ല എന്ന് നമുക്കറിയാം. തങ്ങൾ മരണപ്പെട്ടതിനു ശേഷം ചന്ദ്രിക പ്രസിദ്ധീകരിച്ച ശിഹാബ് തങ്ങൾ സ്മരണികയിൽ മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള LT വാസുദേവൻ നായർ പറഞ്ഞു, ഒരുപാട് നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാരൊക്കെ മരണപ്പെട്ടാൽ അവരെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ നിരന്തരമായി ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഉച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുക. തടിമെടുക്കും സാമ്പത്തിക ശേഷിയുമുള്ളവരെയാണ് രാഷ്ട്രീയ രംഗത്ത് പരിഗണിക്കപ്പെടുക എന്ന നമ്മുടെ രാജ്യത്തെ സാമാന്യ ധാരണകളെ തിരുത്തി ഏറ്റവും സൗമനസ്യത്തോടുകൂടി സംസാരിച്ചു, ഏറ്റവും പതുക്കെ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മതരംഗത്തെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തങ്ങൾ മരണപ്പെട്ട് തങ്ങളുടെ മയ്യത്ത് മറവ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തിറങ്ങിയ പത്രത്തിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗം, ആ മുഖപ്രസംഗത്തിന് അവർ കൊടുത്തിട്ടുള്ള തലവാചകം ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് സെക്കുലർ പൊളിറ്റിക്സ് എന്നായിരുന്നു. മതേതര രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ പ്രവാചകൻ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കിഴക്കൻ ഏറനാട്ടിൽ നിന്ന് ഏതാണ്ട് ഈ സമയത്ത് ഒരു തീവണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു തീവണ്ടി തിരുവനന്തപുരത്തേക്ക് രാത്രി വേണമെന്ന് ആവശ്യപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബിന് മുമ്പിൽ വന്ന വലിയ നിവേദനങ്ങളുടെ കൂമ്പാരം ഓർത്തുപോവുകയാണ്. അതിലെല്ലാം ആവശ്യപ്പെട്ടത് ഒരു തീവണ്ടി എന്തിനാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ ലഭിക്കുന്ന RCCയിലേക്ക് പോവാൻ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു തീവണ്ടി. രാത്രികാലത്ത് ഈ തീവണ്ടിയിൽ യാത്ര ചെയ്തവർക്കറിയാം, പ്രായഭേദമന്യേ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ കാർന്നു തിന്നുന്ന കീമോതെറാപ്പിക്ക് വിധേയമായിട്ടുള്ള
മരുന്ന് കഴിച്ച് ശരീരത്തിൽ അതിന്റെ ഇമ്പാക്ട് ഏറ്റുവാങ്ങിയിട്ടുള്ള ചെറിയ പിഞ്ചു കുട്ടികൾ തൊട്ട് പ്രായം ചെന്നവരും അവരുടെ കൂട്ടിരിപ്പുകാരും ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. സുബഹി ആകുന്ന സമയത്ത് ഈ തീവണ്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ തീവണ്ടിയിൽ നിന്നിറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് കിട്ടിയ വാഹനങ്ങൾ വിളിച്ച് ആളുകൾ പോകുന്നത് എവിടേക്കാണ്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ അഗ്രഗണ്യനായ മഹാനായ CHന്റെ നാമധേയത്തിലുള്ള CH സെന്ററിലേക്കാണ്. അവിടെ ചെന്നാൽ ചായ കിട്ടും, കുറച്ചുകൂടി കഴിഞ്ഞാൽ കഞ്ഞി കിട്ടും, ഡോക്ടർ OP കൺസൾട്ടേഷൻ അവിടുന്ന് ശരിയാക്കിട്ട് ആംബുലൻസ് എടുത്ത് അവശരായ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് പോകാം. ചികിത്സയുടെ ഭാഗമായിട്ട് ഡോക്ടർ താമസിക്കാൻ കുറച്ചു ദിവസം തിരുവനന്തപുരത്ത് നിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് സൗജന്യ നിരക്കിൽ അവിടെ താമസിക്കാം. ഇത് അവിടെ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സർക്കാർ ആതുരാലയങ്ങളിലും ഇത്തരത്തിൽ മനുഷ്യപ്പറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ആരായിരുന്നു പ്രചോദനം? നമുക്ക് മുമ്പിൽ ഒരു വിളക്കുമാടമായി ജ്വലിച്ചു നിന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ആ മഹാകാരുണ്യത്തിന്റെ നിറവിലാണ്, പറ്റാത്ത നീരുറവയിലാണ് കരുവാരക്കുണ്ടിലെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൽ ഉൾപ്പെടെ കേരളത്തിലെ 100 കണക്കിന് ഇത്തരത്തിലുള്ള ശിഹാബ് തങ്ങളുടെ പേരിലുള്ള റിലീഫ് കമ്മിറ്റികൾ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, പരിപാടികൾ സംഘടിപ്പിക്കുന്നു.